ഇനി ഈ മോസ്കിറ്റോ ലാർ വേണം നമ്മുടെ കയ്യിലുള്ള എല്ലാ മീനുകൾക്കും കൊടുക്കാനായിട്ട്. ഇത് വെച്ച് നമ്മളിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. ടൈമൊന്നും കിട്ടാറില്ല. പിന്നെ കണ്ടില്ലേ നിറച്ച് നല്ല രീതിയിൽ ആൽഗയൊക്കെ പിടിച്ച് ഒട്ടും മെയിൻ്റെനൻസ് ഇല്ലാതെ ആകെ കുളമായി കിടക്കുന്ന ഒരവസ്ഥയാണ്. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ്. നമ്മുടെ ഗപ്പി ഫാം പതിയെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നിർത്തി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോൾ കൊറിയറൊന്നും അയക്കുന്നില്ല, നമ്മൾ പുതിയതായിട്ട് ഗപ്പികളൊന്നും ബ്രീഡ് ചെയ്ത് ഇറക്കുന്നില്ല. അപ്പോൾ വളരെ സങ്കടത്തോടു കൂടിയാണ് ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. കാരണം അറിയാലോ, ഏകദേശം 5-6 വർഷത്തോളമായി നമ്മൾ ഈ ഫാമിംഗ് മേഖലയിൽ ഗപ്പി വളർത്തുന്നു. ഗപ്പി വളർത്താൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരുപാട് വർഷങ്ങളായി. പക്ഷേ ഇതൊരു ഫാമിംഗ് ആയിട്ട് തുടങ്ങിയിട്ട് ഏകദേശം 5-6 വർഷത്തോളം ആയിട്ടുള്ളൂ. അപ്പോൾ ഈ 6 വർഷത്തോളമുള്ള ഒരു ഫാമിംഗ് ആണ് ഇപ്പോൾ നിർത്തി വെക്കാൻ പോകുന്നത്. മെയിനായിട്ടും 2 കാര്യങ്ങൾ കൊണ്ടാണ് ഇതിപ്പോൾ നിർത്തി വെക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ജോലി തിരക്ക്, അതായത് മാറുന്ന ജോലിയും സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ലൈഫ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ജോലി മാറും, സ്വാഭാവികമായിട്ടും കൂടുതൽ ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് മറ്റു പല കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പറ്റാതെയായി വരും. അപ്പോൾ ഗപ്പി ഫാം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ, ഏകദേശം നല്ലൊരു സമയം അതിനു വേണ്ടി ചിലവഴിക്കേണ്ടി വരും. നല്ല രീതിയിൽ കെയർ ചെയ്യേണ്ടി വരും. നമ്മൾ നല്ല കെയർ ഒന്നും ഇല്ലാതെ, ഫുഡൊന്നും കറക്റ്റ് കിട്ടാതെ ഒക്കെ ചത്തുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം നഷ്ടം സംഭവിക്കും. ഇതിൻ്റെ രണ്ടാമത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് സ്ഥലപരിമിതി ഒരുപാടുണ്ട്. അപ്പോൾ അറിയാലോ, നമുക്ക് വലിയൊരു ഫാം സെറ്റപ്പും കാര്യങ്ങളൊന്നും അല്ല. നമ്മൾ വീടിൻ്റെ സൈഡിലും അവിടെ ഇവിടെയൊക്കെ ഷെഡൊക്കെ കെട്ടിയിട്ടൊക്കെ വളരെ ഒരു ചെറിയ സ്ഥലത്ത് നിന്നുകൊണ്ടാണ് നമ്മളിതൊക്കെ ഇത്രനാൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ മാറുന്ന ടെമ്പറേച്ചർ, കാലാവസ്ഥ, പിന്നെ വെള്ളത്തിൻ്റെ ചേഞ്ചൊക്കെ കാരണമായിട്ട് നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മീനുകൾ അത് കാരണം ഒരുപാട് ഡെഡായി പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കുറച്ചും കൂടി ഗ്രാൻഡായിട്ട് വേണം നമ്മൾ ഫാം തുടങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഫണ്ടിൻ്റെ ഇഷ്യൂവും പിന്നെ സമയക്കുറവൊക്കെ കാരണം നമുക്ക് അതിൻ്റെ അകത്തേക്ക് പോകാൻ പറ്റുന്നില്ല. നല്ല രീതിയിൽ ചൂടൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ ആണല്ലോ. അപ്പോൾ ടെമ്പറേച്ചറൊക്കെ കൂടി മീനുകളൊക്കെ ചത്തുപോകുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ഫാമിങ് സ്റ്റാർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മീനുകളൊക്കെ ഡെഡായി പോകും. പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, വീടിൻ്റെ മേളിലേക്ക് ഡ്രസ് വർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ഗപ്പി ഫാം പോലെ തുടങ്ങുക എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഫണ്ടിൻ്റെ ചെറിയ ഇഷ്യൂ ഒക്കെ കാരണം നമുക്ക് അത് കുറച്ചും കൂടി നീണ്ടു പോകുന്നൊരവസ്ഥയാണ്. എന്തായാലും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടില്ല. നമുക്ക് സമയം കിട്ടുന്ന പോലെ പയ്യെ നമ്മളത് സെറ്റപ്പ് ചെയ്ത് എടുക്കുന്നതാണ്. എന്തായാലും അറിയാമല്ലോ, ഗപ്പി വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചില സമയത്ത് നമുക്ക് നിർത്തി വെക്കേണ്ട അവസ്ഥയൊക്കെ വരും. പക്ഷെ എന്നിരുന്നാലും നമ്മളത് പൂർണ്ണമായിട്ടും സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഇന്ന് ഞാൻ നിങ്ങൾ വന്നിരിക്കുന്ന പഴയ ഫാമിൻ്റെ കുറച്ച് ശേഷിപ്പുകളും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഒരുപാട് പേര് മീനുകളുണ്ടോയെന്നൊക്കെ ചോദിച്ച് നമുക്ക് മെസ്സേജൊക്കെ അയക്കാറുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ കോൾ എടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. കാരണം നമ്മളതിലിപ്പോൾ സെയിലില്ല. നമ്മൾ കൊറിയർ നിർത്തിയിരിക്കുകയാണ്. ഓൾമോസ്റ്റ് കൊറിയർ നിർത്തി ഏകദേശം ഒരു 4-5 മാസത്തോളം ഇപ്പോൾ കൊറിയർ നിർത്തി വെച്ചിട്ട്. മാത്രമല്ല, വീട്ടിൽ വരുന്ന കുട്ടികൾക്കൊക്കെ നമ്മുടെ കയ്യിലുള്ള മീനുകളൊക്കെ കൊടുത്ത് ഒഴിവാക്കിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും കുറച്ച് മീനുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്, നമ്മളൊരു ക്രൈസ് എന്നുള്ള നിലക്ക്. അപ്പോൾ നമുക്ക് ആ ഫാമിൻ്റെ അവസ്ഥ എന്താണെന്ന് ഇപ്പോൾ നോക്കിയിട്ട് വരാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇത് കണ്ടില്ലേ, നമ്മൾ മുമ്പ് വളർത്തിക്കൊണ്ടിരുന്ന ഗപ്പികളെ വളർത്തിക്കൊണ്ടിരുന്ന ടാങ്കുകളും ടബുകളൊക്കെയാണ്. പതുക്കെ സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ ഇപ്പോൾ ഒറ്റടിക്കല്ല നമ്മളിത് സ്റ്റോപ്പ് ചെയ്യുന്നത്. ആദ്യം കുറേശ്ശെ നമ്മൾ ഒഴിവാക്കിയാണ് ഈ ഒരു ഇതിലേക്ക് എത്തി. ഇപ്പോൾ ഒട്ടും ഗപ്പികളില്ലെന്ന് തന്നെയാണെങ്കിൽ പറയാം. ആകെ ഒരു 2-3 വെറൈറ്റി ഗപ്പികൾ മാത്രം, അതും കുറച്ച് ബ്രൂഡ് സ്റ്റോക്ക് മാത്രം നമ്മളിപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ളൂ. അതും നമ്മൾ പഴയെ ഒഴിവാക്കാൻ പോവുകയാണ്. കാണുന്ന ടാങ്കുകൾ വീടിൻ്റെ ചുറ്റും മുഴുവനും ഇതുപോലെ തന്നെ ഒരുപാട് ഗപ്പി വെറൈറ്റികളൊക്കെ ഉണ്ടായിരുന്നതാണ്. അതായത് ഇപ്പോൾ ഇത് നമ്മുടെ മോസ്കോ വയലറ്റിൻ്റെ അവസ്ഥയാണ്. ഇപ്പോൾ കണ്ടോ, മോസ്കോ വയലറ്റ് മീനുകൾ അതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. പക്ഷേ നോക്കാനൊന്നും ടൈമൊന്നും കിട്ടാറില്ല. പിന്നെ കണ്ടില്ലേ, നിറച്ച് നല്ല രീതിയിൽ ആൽഗയൊക്കെ പിടിച്ച് ഒട്ടും മെയിൻ്റെനൻസ് ഇല്ലാതെ ആകെ കുളമായി കിടക്കുന്ന ഒരവസ്ഥയാണ്. മീനുകളൊക്കെ നല്ല ആക്റ്റീവായിട്ട് ഓടി നടക്കുന്നുണ്ട്. നമുക്ക് ഇതിനെ കുറച്ച് ഫുഡ് ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് പ്രിൻസ് മീൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ കുറച്ച് ടബുകളിൽ കുറച്ച് വെറൈറ്റി ഗപ്പികൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നല്ലാതെ കാര്യമായിട്ട് മീനുകളൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. അപ്പോൾ ഇതുപോലുള്ള വീടിൻ്റെ പല കോർണറുകളിലും ഷെഡുകളിലൊക്കെ ആയിട്ടാണ് മീനുകളെ വെച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഇഷ്ടംപോലെ മീനുകൾ ഉണ്ടായിരുന്നതാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ശ്രദ്ധിക്കാറ് പോലുമില്ല. പക്ഷേ എന്തോ ഈ ആൽഗ വെള്ളത്തിലൊക്കെ കിടന്നുകൊണ്ട് ഇതിന് മീനിന് നല്ല റെസിസ്റ്റൻറ്റ് പവറും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഗ്രോത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫുഡൊക്കെ ഇട്ട് കൊടുക്കൽ വല്ലപ്പോഴൊക്കെ ഫുഡൊക്കെ ഇട്ട് കൊടുക്കാറുള്ളൂ. ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ സൺലൈറ്റ് അടിക്കണതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആൽഗ പിടിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ അപ്പോൾ കറക്റ്റ് ടൈമിൽ ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആകെ കുളമായിട്ട് പോകും. അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് നമുക്ക് നേരം വേണം.
നല്ല രീതിയിൽ ടൈം ഇതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് നോക്കാം. പിന്നെ നമ്മൾ അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ മീനുകളൊക്കെ ഒരു കാലത്ത് ഇഷ്ടംപോലെ മീനുകളൊക്കെ ബ്രീഡായി ഇറങ്ങിയ ടാങ്കുകളും ബക്കറ്റുകളൊക്കെയാണ് ഈ കിടക്കുന്നത്. അവിടേക്ക് ഇഷ്ടംപോലെ ഫ്രിഡ്ജ് ബോക്സ് ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ പയ്യെ പയ്യെ ഒഴിവാക്കിയതാണ്. മീനുകളൊക്കെ തീർന്നിട്ടാണ് നമ്മൾ ഒഴിവാക്കുന്നത് തന്നെ മെയിനായിട്ട്. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മിക്സഡ് ഗപ്പികൾ കിടക്കുന്നുണ്ട്. അല്ല നമ്മളതിൽ ബാക്കി വന്ന ഗപ്പികളൊക്കെ ഇതുപോലെ മിക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇതുപോലെ എന്തെങ്കിലും ബാലൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളപ്പോൾ തന്നെ മിക്സഡ് ഗപ്പി ടാങ്കിലേക്ക് മാറ്റും. ഇപ്പോൾ ഇതിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തൊന്നും മീനൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് കുറച്ച് വൈറ്റ് ടച്ചുള്ള ഗപ്പികൾ കിടക്കുന്നുണ്ട്. നമ്മൾ ഇടക്കുന്നിലക്കൊക്കെ നമുക്ക് സമയം കിട്ടണ പോലെ നമ്മൾ കുറച്ച് ഫുഡൊക്കെ ഇട്ട് കൊടുക്കും. ഇതുപോലെ നമ്മൾ പെന്നി വാട്ടറാണ് നമ്മുടെ കയ്യിലുള്ള വാട്ടർ പ്ലാന്റ്. ഇതിനകത്ത് കുറച്ച് ബെറ്റാസിനെയൊക്കെ ഞാൻ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു കൊതുക് വരികാതിരിക്കാൻ വേണ്ടി. അതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. 1-2 അതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. ചിലതൊക്കെ ചാടിപ്പോവും. വെള്ളം ഇതിനകത്ത് നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ചാടിപ്പോകാനായിട്ടുള്ള ചാൻസൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ടാങ്കിലൊന്നും മീനൊന്നും ഇല്ല ഇപ്പോൾ. അതുപോലെ നമ്മുടെ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ഉള്ള ബക്കറ്റുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടിരിക്കുകയാണ്. നമ്മുടെ വാട്ടർ പ്ലാന്റ്സ് നല്ല രീതിയിൽ സെയിലുണ്ടായിരുന്ന വാട്ടർ പ്ലാന്റ്സുകളാണ് ഇതൊക്കെ. ഇത് നമ്മുടെ ഒരു ഷെഡാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ മീനുകൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കുറച്ച് സെയിൽ ചെയ്തതിൻ്റെ ബാലൻസ് വന്നതാണ്. ഇപ്പോൾ ആകെ ഒരു ട്രയോസാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. പിന്നെ കുറച്ച് കുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ പ്ലാറ്റിനം റെഡ് ബിഗ് ഇയറിൻ്റെ. പിന്നെ ഇപ്പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് കോബ്ര സ്നേക്ക് സ്കിൻ ബ്ലൂ ടൈൽ. അതിൻ്റെ അകത്ത് കുഞ്ഞുങ്ങളും കിടക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതിനകത്ത് ഒരു മെയിലും 2 ഫീമെയിൽ, ഒരു മെയിലും 3 ഫീമെയിലും ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. പിന്നെ കുറേ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്. നമ്മളെ അടുത്ത് മാറ്റാറില്ല, ഇപ്പോൾ സമയം കിട്ടാറില്ല. ഇതെല്ലാം ശേഷിപ്പുകളാണ്. ഗപ്പി വളർത്തിക്കൊണ്ടിരുന്നതിൻ്റെ ശേഷിപ്പുകളാണ്. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് ബെറ്റാസിനെ ബ്രീഡ് ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അത് കുഞ്ഞിറങ്ങിയതാണ്. അത് നമുക്ക് ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബബിൾ ഇട്ടിട്ടുണ്ട്, എഗ്ഗും ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ തായ് ഫ്ലാഗ് ബെറ്റാണ്. നമ്മൾ കുറച്ച് ബെറ്റാസിനെ നമ്മൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. നമ്മുടെ ബ്ലൂ ബട്ടർഫ്ലൈ ബെറ്റാസിനെ ബ്രീഡിങ് ഇട്ടിരിക്കുകയാണ്. അതുപോലെ ഈ ഗപ്പി വളർത്തലും ബെറ്റ വളർത്തലും പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് മനസ്സ് സമ്മതിക്കാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനകത്തൊക്കെ കുഞ്ഞുങ്ങൾ ബ്രീഡായി ഇറങ്ങിയതാണ്. ബെറ്റാസിൻ്റെ കുഞ്ഞുങ്ങൾ ബ്രീഡായി ഇറങ്ങിയതാണ്. ഇതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. ഇതിനൊക്കെ ഡെയിലി ഒരു നേരം ഇപ്പോൾ ഫീഡ് കൊടുക്കാറുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു 3 നേരമെങ്കിലും നമ്മൾ ആർട്ടിമിയ കൊടുക്കണമെന്നാണ്. ഇപ്പോൾ ഈ കോർണറിലൊക്കെ ഇഷ്ടംപോലെ ടാങ്കുകളും ടബുകളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇതെല്ലാം മിക്സ്ഡ് ഗപ്പിയാണ്. ഇതെല്ലാം മിക്സ്ഡ് ഗപ്പികളാണ്. ഇതിൻ്റെ അകത്ത് ഇടയ്ക്കൊക്കെ ഇതിൻ്റെ അകത്തൊക്കെ ഓരോ പല്ലിയും അതുപോലെ തന്നെ പാറ്റയും അതുപോലെയുള്ള പ്രാണികളൊക്കെ വന്ന് വീടും. അപ്പോൾ ഇതൊക്കെ എടുത്ത് കളയാനാണ് ഇപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട ജോലി. അത് കുറേ കാക്കയൊക്കെ കൊണ്ടുപോകും. ഏതാണ് ഞാൻ തന്നെ മറന്നു, ഇത് ഏതാണ്? പ്ലാറ്റിനം പർപ്പിൾ. ഇതൊക്കെ മിക്സഡ് ഗപ്പീസാണ്. ആകെ ആൽഗയൊക്കെ പിടിച്ച് ആകെ അലങ്കോലപ്പെട്ട് കൊടുക്കണതാണ് ഇതിൻ്റെ. ഇതിലകത്ത് വെള്ളമൊന്നും ഇല്ല മര്യാദക്ക്. നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ ആകെ സെയിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സഡ് ഗപ്പികൾക്ക് വേണ്ടി പിള്ളേർ വരും. കിടക്കുന്നിടക്കൊക്കെ പിള്ളേർ വരും. അവർക്ക് മാത്രം പെയറിന് 25 രൂപ 30 രൂപ റേഞ്ചിൽ കൊടുക്കുമെന്നല്ലാതെ കാര്യമായിട്ടുള്ള സെയിലൊന്നും ഇപ്പോൾ ഇല്ല. കൊറിയറൊക്കെ നിർത്തി വെച്ചിട്ട് ഏകദേശം 2-3 മാസത്തോളമായി. ഇവിടെ മൊയിനെയും അതുപോലെ തന്നെ മോസ്കിറ്റോ ലാർവയൊക്കെ കൾച്ചർ ചെയ്ത് വെച്ചുകൊണ്ടിരുന്ന ടാങ്കുകളാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് മോസ്കിറ്റോ ലാർവ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ മീനുകൾക്കൊക്കെ ഇത് ഫീഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം അതിൻ്റെയൊക്കെ ശേഷിപ്പുകളാണ്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ നമ്മൾ ഇവിടെയൊക്കെ ആയിട്ട് ഷെഡ് പോലെയൊക്കെ കിട്ടി നല്ല രീതിയിൽ ഇഷ്ടംപോലെ ഗപ്പി വെറൈറ്റിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ. പക്ഷേ ഇതെല്ലാം പോയി നമ്മുടെ കയ്യിൽ. ഇതിനകത്ത് വാട്ടർ പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മീനുകളൊന്നും ഇല്ല. ഇതിൻ്റെ അത് കംപ്ലീറ്റ് വാട്ടർ പ്ലാന്റ്സ് ആണ്. എല്ലാം പിടിച്ച് നോക്കാതെ കാട് പോലെ പിടിച്ച് ഇതിനകത്തൊക്കെ നിറച്ചും വാട്ടർ പ്ലാന്റ്സ് ആണ്. അതിൻ്റെ അകത്ത് ബെറ്റാസൊക്കെ കിടക്കുന്നുണ്ട്. ഞാൻ ഇതുപോലുള്ള വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ഇട്ടിരിക്കുന്ന ടബുകളിലൊക്കെ 1-2 ബെറ്റാസിനെയൊക്കെ പിടിച്ചിടും. കൊതുക് പെരുകാതിരിക്കാൻ വേണ്ടിയാണ്. കൊതുകുകളൊന്നും അങ്ങനെ കൂടുതലായിട്ട് പെരുകി പുറത്തോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് നോക്കാൻ നേരത്ത് കുറച്ച് മോസ്കിറ്റോ ലാർവ
ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതെടുത്ത് കളക്ട് ചെയ്ത് മാറ്റണം. കാരണം നമ്മൾ നേരത്തെ കാണിച്ച ബെറ്റാസിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇത് ഹാച്ച് ചെയ്ത് ഇറങ്ങിക്കുമ്പോൾ നാളത്തേക്ക് കുഞ്ഞുങ്ങൾ ഇറങ്ങാൻ നേരത്ത് നമുക്ക് ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. ബെറ്റാസിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഏകദേശം ഈ മോസ്കിറ്റോ ലവർ നാളത്തേക്ക് ഹാച്ച് ചെയ്യാം. കാരണം ആർട്ടീമിയൊക്കെ ഇന്ന് ഇട്ടിട്ടുള്ളൂ ഹാച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ 2 ദിവസം പിടിക്കും ഹാച്ച് ചെയ്ത് വരാനായിട്ട്. അപ്പോൾ നാളെ രാവിലെ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ ബെറ്റാസിന്. ഏകദേശം ഇത്ര മോസ്കിറ്റോ ലാർവയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്തുനിന്ന് നാളത്തെ രാവിലത്തേക്ക് കുഞ്ഞുങ്ങളാ നേരത്ത് നമ്മളിപ്പോൾ നേരത്തെ കണ്ട ബെറ്റാസിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നമ്മളെടുത്ത് കൊടുക്കും. ഇത് അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു ടാങ്കാണ്. പല ശേഷിപ്പുകളാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് ഗപ്പികളുണ്ടെന്ന് തോന്നാണ്. ആകെ കാട് പിടിച്ചെടുക്കണം. ഇതിൻ്റെ അകത്തുനിന്ന് ശരിക്കും പറഞ്ഞാൽ ഗപ്പികൾ വളരും പോലുമില്ല. ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ തന്നെ. കാരണം അത്രയ്ക്കും വാട്ടർ പ്ലാന്റ്സാണ് പിടിച്ചിരിക്കുന്നത്. മെയിൻ്റെനൻസ് ഒന്നും ഇല്ലാതെ ആകെ അലങ്കോലപ്പെട്ട് കിടക്കണം. ശരിക്കും പറഞ്ഞാൽ ഏകദേശം 10-25 വെറൈറ്റിയോളം ഗപ്പികളും അത്ര തന്നെ ബെറ്റാസൊക്കെ നമ്മൾ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫാം എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സ്ഥലപരിമിതികളൊക്കെ വെച്ച് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരുന്ന വെച്ചാണ്. പക്ഷേ ഇപ്പോൾ അവസ്ഥ ഇതായിപ്പോയി. അതാണ് പ്രശ്നം. കുറച്ച് നമ്മൾ ബെറ്റാസിനെ ബോട്ടിൽ ചെയ്യുന്ന കുപ്പികളാണ്. അതൊന്നും ബാക്കി വന്നിട്ടുണ്ട്. അതൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. എല്ലാം കുപ്പികളാണ്. അങ്ങനെ നമ്മൾ നേരത്തെ കണ്ട മോസ്കിറ്റോ ലാർവയാണ്. അത് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് മീനുകൾക്ക് കൊടുക്കുകയാണ്. ഇതുപോലെ കിടക്കുന്നതിലൊക്കെ കുറച്ച് ലൈഫ് ഫുഡ്സൊക്കെ കൊടുക്കും. പിന്നെ ഇവർക്ക് കഷ്ടി ജീവിച്ച് പോകാനുള്ള ഫുഡ് നമ്മൾ വാങ്ങി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദിവസത്തിൽ ഒരു നേരം മാത്രം നമ്മളിപ്പോൾ കൊടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ പല മീനുകൾക്കും ഇപ്പോൾ ഗ്രോത്ത് ഒന്നും വലിയ കാര്യമായിട്ടില്ല. നമ്മൾ സാധാരണ രീതിയിൽ 3-4 നേരമൊക്കെ, 4 ഏകദേശം ഒരു 3 നേരമൊക്കെ ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നതാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ 4 നേരം ഫുഡ് കൊടുക്കും പെട്ടെന്ന് ഗ്രോത്ത് കിട്ടി വരാൻ വേണ്ടി. മൊയിനെ അതുപോലെ തന്നെ ആർട്ടീമിയൊക്കെ നല്ല രീതിയിൽ ഹാച്ച് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്ന വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള മീനുകളായതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സെയിലും കൊറിയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ എന്ത് ചെയ്യാം, സിറ്റുവേഷൻ അതായിപ്പോയി. അപ്പോൾ നമ്മൾ പയ്യെ ഇത് സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി ഈ മോസ്കിറ്റോ ലാർ വേണം നമ്മുടെ കയ്യിലുള്ള എല്ലാ മീനുകൾക്കും കൊടുക്കാനായിട്ട്. ഇത് വെച്ച് നമ്മളിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. കണ്ടല്ലോ, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഫാമിംഗ് നിർത്തിയ കാരണം വീഡിയോസ് ഇനി ഇടാൻ പറ്റില്ല എന്നൊരു സംശയം ഉണ്ടാകും. വീഡിയോസ് എന്തായാലും ഇടാതിരിക്കില്ല. കാരണം കുറച്ച് വീഡിയോസ് ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സമയം കിട്ടുന്ന പോലെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. പക്ഷേ പഴയ പോലെ ആ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് വീഡിയോ ഇനി ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ നിങ്ങളായിട്ടുള്ളൊരു കണക്ഷൻ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള വ്ളോഗുകളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എന്നെ പഴയതുപോലെ സപ്പോർട്ട് ചെയ്ത പോലെ വീണ്ടും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് ഒരു ഫാമായിട്ട് തുടങ്ങിയതല്ല. അതായത് നമ്മൾ പണ്ട് മുതലേ നമ്മൾ ഗപ്പി വളർത്തലേ ഉള്ളതായിരുന്നല്ലോ. അപ്പോൾ ഗപ്പി മാത്രമല്ല പല ഓർണമെന്റൽ ഫിഷും നമ്മൾ ചെറുപ്പം മുതലേ വളർത്തിക്കൊണ്ടിരുന്ന ഒരു ക്രൈസിൻ്റെ പുറത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ അങ്ങനെ ആയി വരുന്നപ്പോഴത്തേക്കും കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ബ്രീഡ് ചെയ്ത് ഒരുപാട് മീനുകൾ ഉണ്ടാവുകയും അപ്പോൾ അതിന് ആൾക്കാർ വന്ന് നമ്മളിൽ നിന്ന് ബ്രീഡ് ആവുന്ന മുറക്ക് നമ്മുടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന് നമ്മൾ പയ്യെ അതൊരു ഫാമിംഗ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അതായത് നമ്മൾ ഫാമിംഗ് തുടങ്ങണം എന്ന് പറഞ്ഞ് തുടങ്ങിയതല്ല, നമ്മൾ പയ്യെ ഇതിൻ്റെ അകത്തേക്ക് എത്തിപ്പെട്ടതാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതലായിട്ടും നമുക്ക് നമ്മുടെ നിന്ന് മീനുകൾ സെയിലായി പോകാൻ തുടങ്ങിയത്. പക്ഷേ അങ്ങനെ വന്ന് അത്യാവശ്യം നല്ല രീതിയിൽ സെയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ടൈമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ മാറുന്ന ഒരു സിറ്റുവേഷനും കണ്ടീഷനും ഒരുപോലെ ഇരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. അപ്പോൾ മാറുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കുറച്ച് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. നമുക്ക് ചിലത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ചിലപ്പോൾ ഹോബികളൊക്കെ മാറ്റി വെക്കേണ്ടി വരും. നമ്മുടെ ക്രൈസൊക്കെ ഒന്ന് മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ എന്താണെങ്കിലും ലൈഫാണല്ലോ ഏറ്റവും വലുത്. നമ്മൾ ലൈഫ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ ആ ഒരു ഇതിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ച് പോയ വഴിയുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ എനിക്കിത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫാമിംഗ് മേഖലയിൽ വന്നവർ ഒരുപാട് മുമ്പേ തന്നെ ഇതിൻ്റെ അകത്ത് നിർത്തിപ്പോയി. കാരണം ആ ലോക്ക്ഡൗൺ ടൈമിലുണ്ടായിരുന്ന ഡിമാൻഡ് പിന്നീട് അങ്ങാട് ഓർണമെൻ്റൽ ഫിഷിനും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നറിയാലോ. പക്ഷേ ഒരുപാട് പേര് ആ ടൈമിൽ ഒരുപാട് നാളായിട്ട് ഫാം ചെയ്യുന്നവരൊക്കെ ആ ടൈമിൽ നിർത്തി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നെപ്പോലുള്ള ചില ആൾക്കാർ മാത്രമേ ഇതിൻ്റെ അകത്ത് പിടിച്ചു നിന്നുള്ളൂ. കാരണം നിങ്ങളെപ്പോലുള്ള സബ്സ്ക്രൈബേഴ്സാണ് മെയിനായിട്ടും ഇതിൽ പിടിച്ചു നിൽക്കാനായിട്ട് നമ്മൾക്കുള്ള ഒരു പ്രചോദനം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് ഞാൻ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടേതായ സംശയങ്ങൾ, നിങ്ങളുടെ സപ്പോർട്ടും അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടായത്. മെയിനായിട്ടും ഈ ഒരു മേഖലയിൽ പിടിച്ചു നിൽക്കാനായിട്ട് എനിക്കൊരു പ്രചോദനമായത്. അപ്പോൾ ഇത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇനി ഗപ്പി ഫാമിംഗ് ആയിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യത്തിന് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മളെ കൊണ്ട് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മളത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ എപ്പോഴും പറഞ്ഞ പോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.